കാവിന് കാവലായി ഒരുമിക്കാം അരുവിക്കായി എന്ന മുദ്രാവാക്യമുയർത്തി കാവുകളും അരുവികളും സംരക്ഷിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി പരിസ്ഥിതി ദിനാചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നഗരസഭയുടെയും ബയോഡൈവേഴ്സിറ്റി മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ ഇരിട്ടി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ നിർദ്ദിഷ്ട ഇരിട്ടി ടൂറിസം പദ്ധതി പ്രദേശത്തെ കാവ് ശുചീകരിച്ചു. പ്രദേശത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ള കുപ്പിച്ചില്ലി, പ്ലാസ്റ്റിക് എന്നിവയടക്കമുള്ള മാലിന്യങ്ങൾ മേഖലയിൽ നിന്ന് നീക്കം ചെയ്തു. നഗരസഭയിലെ കൗൺസിലർമാർ, ആരോഗ്യ വിഭാഗം ജീവനക്കാർ, ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വളണ്ടിയർമാർ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർ ശുചീകരണ പ്രവൃത്തിയിൽ പങ്കാളികളായി. ഇരിട്ടി നഗരസഭയുടെ ശുചിത്വ ബ്രാൻഡ് അംബാസിഡറും പ്രശസ്ത ചിത്രകാരിയുമായ വിദ്യാ സുന്ദർ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും പരിസ്ഥിതി ദിന സന്ദേശം നൽകുകയും ചെയ്തു. അതിനുവേണ്ടിയാണ് നമ്മളിവിടെ വിളിച്ചിരിക്കുന്നത്. ഐ എം വെരി ഹാപ്പി ടു ബി ഹിയർ, ടു ബി പാർട്ട് ഓഫ് ദിസ്. ഇത് ഇനോഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം തന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ ഇങ്ങനെ ഒരു വിഷയത്തിൻ്റെ, ഇങ്ങനെ ഒരു കാര്യത്തിൻ്റെ, ഇതുപോലെ ഒരു മിഷൻ്റെ അംബാസിഡർ ആയിരിക്കുക ലൈഫിൽ അതൊരു വലിയൊരു സന്തോഷം തരുന്ന കാര്യമാണ്. ഐ എം സോ ഹാപ്പി ടു സീ യു ഓൾ ഹിയർ. പിന്നെ ഇത് ഞാൻ അങ്ങനെ ഇനോഗ്രേറ്റ് ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ കാണുന്ന ഈ ഒരു ചെറുവനം, ഇത് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് എത്രയും നല്ല കൂളായിട്ടുണ്ട്. ഇതുപോലെ സംരക്ഷിക്കുക. ഇതിൽ നമ്മൾ എന്താ പറയുക, നമ്മൾ മനുഷ്യരുടെ ഇടപെടലുകളില്ലാതെ പക്ഷെ ക്ലീൻലിനെസ് ഉണ്ടാക്കുക. ഒരുപാട് നമുക്ക് വളരെ സ്വച്ഛമായിട്ടിരിക്കാൻ പറ്റും. ഇവിടെ പ്ലാസ്റ്റിക്കും മറ്റേ അങ്ങനെ ബയോഡിഗ്രേഡബിൾ അല്ലാത്ത ഒരു സാധനങ്ങളും ഇല്ലാതിരിക്കുക. പ്ലാസ്റ്റിക്കിൻ്റെ ഒരു അംശം പോലും ഇല്ലാണ്ടിരിക്കുക. മെറ്റലും അങ്ങനെ ഒന്നും ഇല്ലാണ്ടിരിക്കുക. ഇതിനെ ഇതുപോലെ സംരക്ഷിക്കുക. പറഞ്ഞ മാതിരി ടൂറിസം ഡെസ്റ്റിനേഷൻസ് നമ്മൾ പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് എവറി പ്ലേസ് ഷുഡ് നോട്ട് ബി ടൂറിസം ഡെസ്റ്റിനേഷൻസ്, ബട്ട് ദെൻ നമുക്ക് സ്വച്ഛമായിരിക്കാനും വളരെ കൂളായിട്ട് കാമായിട്ടിരിക്കാനും ഒക്കെ ഉള്ള സ്ഥലം കൂടി ആയിരിക്കണം. അപ്പം നമ്മൾ ഓരോരുത്തരുടെയും ഞാൻ ഇവരെ നോക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ദേ ആർ ദ വൺസ് ഹു ഹാസ് ടു ടേക്ക് ഇറ്റ് ഫോർവേഡ്. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഓരോ സ്ഥലത്തും നമ്മൾ ഒരു മാലിന്യത്തിൻ്റെ അംശവും ഇടാൻ പാടില്ല. നമ്മളുടെ മാലിന്യം നമ്മളുടെ ഉത്തരവാദിത്തമാണ്. അതിനെ നമ്മൾ തന്നെയാണ് സീറോ വേസ്റ്റ്, അതിലേക്കാണ് നമ്മൾ പോകേണ്ടത്. മാലിന്യ സംസ്കരണത്തിൽ നിന്ന് നമ്മൾ പോകേണ്ടത് സീറോ വേസ്റ്റ് എന്നുള്ളതാണ്. വേസ്റ്റ് ഇല്ലാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. റെസ്റ്റോറേഷൻ. അപ്പോൾ ഈ വർഷത്തെ പരിസ്ഥിതി ദിനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ പ്രോഗ്രാം ഇവിടെ നമ്മൾ ഇപ്പോൾ ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. പരിസ്ഥിതി ദിനം എപ്പോഴാണെന്നറിയോ? എന്നാണ് പരിസ്ഥിതി ദിനം? ജൂൺ 5. അപ്പോൾ ഇന്ന് ജൂൺ 1 ആയിട്ടാണ് അല്ലേ? അപ്പോൾ ജൂൺ 5-ലേക്കുള്ള ഒരു യാത്ര മാത്രമല്ല, ജൂൺ 5-ന് ശേഷം ഈ ഭൂമിയെ നമുക്ക് എന്നും വേണ്ടല്ലോ, നിങ്ങളുടെയൊക്കെ അല്ലേ? അപ്പോൾ നമ്മളുടെ ഓരോരുത്തരുടെയാണ് അല്ലേ? സോ ദിസ് സ്ലോഗൻ ഫോർ ദിസ് ഇയർ ഇസ് അവർ ലാൻഡ് അവർ ഫ്യൂച്ചർ, വി ആർ ജനറേഷൻ റെസ്റ്റോറേഷൻ. അതാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിനത്തിൻ്റെ സ്ലോഗൻ. പരിസ്ഥിതി ദിനത്തിൻ്റെ തീം എന്താണെന്ന് വെച്ചാൽ ലാൻഡ് റെസ്റ്റോറേഷൻ, ഡെസേർട്ടിഫിക്കേഷൻ. അതായത് ലാൻഡ് റെസ്റ്റോറേഷൻ മീൻസ് നമ്മുടെ സ്ഥലത്തിൻ്റെ പുനരുദ്ധാനം അതൊക്കെയാണ്. പിന്നെ ഡെസേർട്ടിഫിക്കേഷൻ, മരുഭൂമിവൽക്കരണമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വനങ്ങളൊക്കെ നശിപ്പിച്ച് ഓരോ മരവും വെട്ടി നശിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ മരുഭൂമിവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. സോ അതിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, അതൊരു തീമാണ്. ആൻഡ് ഡ്രോട്ട് റിസൈലിയൻസ്, വരൾച്ച അതിജീവനം, അതെങ്ങനെയാണ് നമ്മൾ സാധ്യമാക്കുന്നത്. വരൾച്ച നമ്മൾ ഇപ്രാവശ്യം ഈ ഒരു വേനലിൽ നമ്മൾ കണ്ടതാണ്. നമ്മൾ സാധാരണ രീതിയിൽ നമുക്ക് ഒരിക്കലും വരാത്ത പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഇപ്രാവശ്യം വന്നിട്ടുണ്ട്. ഡ്രോട്ട് നമുക്ക് അൺപ്രഡിക്റ്റബിളാണ്. ക്ലൈമറ്റ് ചേഞ്ച് ഇതൊക്കെ വരുന്നത് നമ്മൾ ഇടുന്ന ഓരോ പ്ലാസ്റ്റിക്കിൻ്റെ കവറും ഒക്കെ അതിനെ എന്താ പറയുക, അതിനെ കൂട്ടാൻ വേണ്ടിയിട്ട്, അതിനെ വർദ്ധിപ്പിക്കാൻ, ഓരോ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ആപത്തുകൾ വർദ്ധിപ്പിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ തന്നെയാണ് കൺട്രോൾ ചെയ്യേണ്ടത്. ന്യൂ ജനറേഷൻ മാത്രമല്ല, ഓൾഡ് ജനറേഷനൊന്നും ബാധ്യതയില്ല എന്നല്ല. ദേ ഹാവ് ടു ബി, അവർ കുറച്ചും കൂടി പുതിയ വരുന്ന കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അവയർനെസ് എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. അത് ഞാൻ നേരത്തെയും ഇതിൻ്റെ ഒരു പ്രോഗ്രാമിൻ്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും വന്ന് നമ്മുടെ മുറ്റം ശുചിയാക്കുകയാണെങ്കിൽ ഹോൾ വേൾഡ് വിൽ ബി ക്ലിയർ എന്ന്. അപ്പോൾ അത് അങ്ങനെ ആയിരിക്കണം. നമ്മുടെ മുറ്റത്തുള്ള അഴുക്ക് ഒരിക്കലും അടുത്തവൻ്റെ മുറ്റത്ത് ഇടാൻ പാടില്ല. സോ അത് അവിടെ തന്നെ സംസ്കരിക്കുക, അവിടെ തന്നെ നമ്മൾ അത് ഇല്ലാതാക്കാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് ആർട്ട്, ഞാനൊരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ ആർട്ട് എങ്ങനെയാണ് ഇതിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതെന്ന് ഞാൻ പറയാം. നിങ്ങളുടെ ഓരോരുത്തരിലും ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്.
ആ ആർട്ടിസ്റ്റിനെ നിങ്ങൾക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ നിങ്ങൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് വലിച്ചെറിയാൻ പാടില്ല. വലിച്ചെറിഞ്ഞ് കഴിയുമ്പോൾ ഭൂമിയിൽ അത് താങ്ങാനുള്ള അത്രയും സ്പേസ് ഇല്ല. നമ്മളാണ് അത് റീസൈക്കിൾ ചെയ്ത് യൂസ് ചെയ്യേണ്ടത്. നിങ്ങളൊരു ഡ്രസ്സ് യൂസ് ചെയ്യുന്നു, ഫോർ എക്സാമ്പിളാണ് പറയുന്നത്, ഒരു ഡ്രസ്സ് വാങ്ങിക്കുന്നു. ആ ഡ്രസ്സ് നിങ്ങൾക്ക് റീസൈക്കിൾ ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ വേറൊരു തരത്തിലാക്കിയിട്ട് പല തരത്തിൽ അതിനെ യൂസ് ചെയ്യാൻ പറ്റും. അതിനൊരു ആർട്ട് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അത് ഒരു ആർട്ടായിട്ട് വികസിപ്പിക്കാൻ പറ്റും. സോ ട്രൈ ദീസ് തിങ്സ്. ഇതൊക്കെ നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങളത് ചെയ്യുക. ഓരോരുത്തർ ഇരിട്ടി നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത അധ്യക്ഷത വഹിച്ചു. ഇരിക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ എല്ലാവിധ സപ്പോർട്ടോടുകൂടി നല്ല ക്ലീനാക്കി ഇന്ന് മാറ്റി നല്ല കാവ് ശുചിത്വം സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാവിനെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞപ്പോൾ കാവും കൂടി നമുക്ക് ഈ ഒരു സ്ഥലം ആലോചിക്കാൻ പറ്റാവുന്ന സ്ഥലമാണ്. വന്നു കഴിഞ്ഞാൽ ഏത് നട്ടുച്ച നേരത്തും ഇവിടെ നല്ല ഒരു അന്തരീക്ഷമാണ് ഉള്ളത്. അതിനെയാണ് നമ്മൾ ഈ സ്ഥലം തന്നെ കണ്ടെത്തിയത്. ഇരിട്ടി ടൗണോടനുബന്ധിച്ച് തന്നെയുള്ള ഒരു സ്ഥലമായതിനാൽ ഇത് തിരഞ്ഞെടുക്കുകയും ഇന്നിത് വൃത്തിയാക്കി ഇനി വരുന്നവർക്ക് വന്നിരിക്കാനും ഒരു നല്ല ഒരു കാറ്റ് കൊള്ളാനുമുള്ള ഒരു സ്ഥലമായി ഈ പാർക്കിനെ മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. അതിന് എല്ലാ സപ്പോർട്ടും നമുക്ക് തന്നത് NSSൻ്റെ ഇരിട്ടി യൂണിറ്റ്, ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ NSS ടീം, അധ്യാപകരും അവരുടെ ടീമും നമ്മളുടെ കൂടെ രാവിലെ 9 മണിക്ക് വന്നിട്ടുണ്ട്. അവരെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് പങ്കെടുത്ത എല്ലാവരെയും വൈസ് ചെയർമാൻ PP ഉസ്മാൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K സോയ, കൗൺസിലർ VP അബ്ദുൾ റഷീദ്, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ EK സോമശേഖരൻ, നഗരസഭാ സെക്രട്ടറി രാകേഷ് പലേരിവീട്ടിൽ, ക്ലീൻ സിറ്റി മാനേജർ KP രാജീവൻ, ശുചിത്വ മിഷൻ RP ജയപ്രകാശ് പന്തക്ക, ഇരട്ടി ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ സുജേഷ് മാസ്റ്റർ, NSS ടീം മാനേജർ സിബി ടീച്ചർ, തറാൽ ഈസ എന്നിവർ സംസാരിച്ചു. കൗൺസിലർമാരായ NK ഇന്ദുമതി, PP ജയലക്ഷ്മി, N സിന്ധു, മുരളീധരൻ തുടങ്ങിയവരും ശുചീകരണ പ്രവർത്തികളിൽ പങ്കാളികളായി.